റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന ബിനിലിന്റെ മരണത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി ബന്ധു ജെയിൻ കുര്യൻ. ബിനിൽ ബാബു കൊല്ലപ്പെട്ടത് ജനുവരി 5 നടന്ന യുക്രൈൻ ഷെല്ലാക്രമണത്തിൽ. ജനുവരി 6 യുദ്ധമുഖത്ത് ഡ്യൂട്ടിക്കെത്തിയപ്പോഴാണ് ബിനിൽ മരിച്ചതായി ജെയിൻ മനസ്സിലാക്കുന്നത്. മൃതദേഹം പരിശോധിക്കുന്നതിനിടയിൽ ജെയിൻ ഉൾപ്പെട്ട സംഘത്തിന് നേരെയും അക്രമമുണ്ടായതായി ജെയിൻ ന്യൂസ് മലയാളത്തോട് ലെവിൻ കെ വിജയനുണ്ട്. ലെവിൻ, എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അതിന് ഇന്നലെയാണ് ബിനിൽ ബാബുവിൻ്റെ മരണവാർത്ത കുടുംബാംഗങ്ങളെ ഔദ്യോഗികമായി എംബസി അറിയിക്കുന്നത്. വാക്കാൽ ഉള്ള അറിയിപ്പാണ് ലഭിച്ചത്. ഔദ്യോഗികമായിട്ടുള്ള രേഖകൾ പ്രകാരമുള്ള അറിയിപ്പ് ഇനിയും ലഭ്യമായിട്ടില്ല. ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ ബിനിൽ ബാബു യുദ്ധത്തിൽ മരിച്ചു എന്നുള്ള ഒരു അറിയിപ്പ് മാത്രമാണ് നൽകിയത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ജെയിൻ കുര്യനാണ്, ബിനിലിൻ്റെ ബന്ധുവായിട്ടുള്ള ജെയിൻ കുര്യനാണ് ഇപ്പോൾ യുദ്ധത്തിൽ പരിക്കേറ്റ് മോസ്കോയിലെ സൈനിക ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നതിനിടെ ബന്ധുക്കൾക്ക് അയച്ച സന്ദേശത്തിലാണ് ഇത് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ അറിയിച്ചത്. നമ്മളുമായി അത്തരം വിവരങ്ങൾ കൂടി പങ്കുവയ്ക്കുക കൂടി ചെയ്തിട്ടുണ്ട്. ഈ പ്രധാനമായും ഈ വിഷയത്തിൽ അനിശ്ചിതത്വത്തിൽ തുടരുന്ന ആശങ്കയോടെ കഴിയുന്ന ബന്ധുക്കൾക്ക് ജെയിൻ കുര്യൻ്റെ സന്ദേശം ആശ്വാസം നൽകുന്നതാണ്. പക്ഷേ അതേപോലെ തന്നെ ആ ചെറുപ്പക്കാരൻ്റെ ആരോഗ്യനില ഇവരെ സംബന്ധിച്ചും ആശങ്കയുണ്ടാക്കുന്നതാണ്. മറുവശത്ത് ബിനിലിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ്. അതായത് ഈ ജനുവരി 1 ന്യൂ ഇയർ ദിവസമാണ് ബിനിൽ ബാബു അവസാനമായി ഈ കുടുംബാംഗങ്ങളോട് സംസാരിച്ചത്. യുദ്ധമുഖത്ത് തന്നെയാണ് എന്നുള്ളതായിരുന്നു ബിനിൽ അറിയിച്ചത്. പരമാവധി സമയം അന്ന് സംസാരിക്കാൻ സൈനിക ഉദ്യോഗസ്ഥർ ബിനിലിന് സമയവും അനുവദിച്ചിരുന്നു. ഏറെ നേരം കുടുംബാംഗങ്ങളുമൊക്കെയായി ബിനിൽ സംസാരിക്കുകയും ചെയ്തു. പക്ഷേ അതിൻ്റെ മറുവശം വലിയൊരു അപകടത്തിലേക്കാണ് ഈ ചെറുപ്പക്കാരൻ പോകുന്നത് എന്നുള്ളത് സൈനിക ഉദ്യോഗസ്ഥർക്ക് അറിയാമായിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന സൂചനകൾ. ജനുവരി 5 ഈ യുദ്ധമുഖത്ത് ഉക്രൈൻ റഷ്യ അതിർത്തി മേഖലയിലെ യുദ്ധമുഖത്ത് ബിനിൽ ഡ്യൂട്ടിക്കായി എത്തുകയും അന്ന് വൈകിട്ടോടുകൂടി ആക്രമണമുണ്ടാവുകയും തൽക്ഷണം ഷെല്ലാക്രമണത്തിൽ ഈ യുവാവ് അവിടെ മരണപ്പെടുകയും ചെയ്തു. ഒരു ദിവസം മുഴുവൻ അവിടെ മരിച്ചു കിടക്കുന്ന ബിനിലിനെ പിറ്റേ ദിവസം മറ്റ് 2 സംഘങ്ങളായാണ് ഈ ബിനിലിനെയും ജെയിനെയും വേർതിരിച്ചിരുന്നത്. രണ്ടാമത്തെ സംഘത്തിൽപ്പെട്ട ജെയിൻ അവിടെ ഡ്യൂട്ടിക്കെത്തുന്നു. നിരവധി ആളുകൾ മരിച്ചു കിടക്കുന്നത് കാണുന്നു. അതിലൊരാളുടെ മൃതദേഹം കണ്ട് സംശയം തോന്നി തിരിച്ചിട്ട് പരിശോധിക്കുമ്പോഴാണ് രക്തം വാർന്ന് ചോര കട്ട പിടിച്ച നിലയിൽ മരവിച്ച് കിടക്കുന്ന ബിനിലിൻ്റെ മൃതദേഹം കാണുന്നത്. ബിനിൽ ഇത്തരം ദാരുണമായൊരവസ്ഥയിൽ കൊല്ലപ്പെട്ടത് കണ്ട് പകച്ചു നിന്ന ജെയിനോട് അവിടെ നിന്നും രക്ഷപ്പെടണമെന്നും സൈനിക ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകുന്നു. ഏത് സമയത്തും ഷെല്ലാക്രമണം ഉണ്ടാകാമെന്നുള്ളൊരു നിർദ്ദേശം നൽകുന്നു. പക്ഷേ ജെയിൻ അവിടെ നിന്നും പിന്മാറാൻ തയ്യാറായില്ല. പിന്നീട് സൈനിക ഉദ്യോഗസ്ഥർ ഇയാളെ വിരട്ടി മാറ്റുകയായിരുന്നു. ആ സമയത്ത് തന്നെ മറ്റൊരു ഷെല്ലാക്രമണം കൂടി അവിടെ ഉണ്ടാകുന്നു. ഈ ഷെല്ലാക്രമണത്തിനിടയിൽ ജെയിനും പരിക്കേൽക്കുന്നു. പരിക്കേറ്റ ജെയിൻ അവിടെ നിന്നും രക്ഷപ്പെടുന്നു. ആ സൈനിക കേന്ദ്രത്തിലേക്ക് എത്തുന്നു. പക്ഷേ വേദന കൊണ്ട് പുളഞ്ഞ ഈ ചെറുപ്പക്കാരനെ റഷ്യൻ പട്ടാള ഉദ്യോഗസ്ഥർ അന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ തയ്യാറായില്ല. പിറ്റേ ദിവസം ജനുവരി 7 ഇയാളെ ഈ പ്രാഥമിക ശുശ്രൂഷകൾ നൽകി അവിടെ തന്നെയുള്ളൊരു സൈനിക ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. വിദഗ്ധ ചികിത്സ ആവശ്യമാണെന്ന് അറിയിച്ചതോടുകൂടിയാണ് ഇയാളെ മോസ്കോയിലേക്ക് എത്തിക്കുന്നത്. മോസ്കോയിലെത്തി ഇയാളുടെ സർജറി കൂടി പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഈ ബിനിലിൻ്റെ മരണവിവരമടക്കം കഴിഞ്ഞ ബുധനാഴ്ച ഈ കുടുംബാംഗങ്ങളെ അറിയിക്കാൻ ഈ ജെയിന് സാധിക്കുന്നത്. ബിനിൽ മരിച്ചു എന്നുള്ള ഒരു ഒറ്റവരി സന്ദേശമാണ് അന്ന് വേദനകൾക്കിടയിലും ഈ ജെയിൻ കുര്യൻ പങ്കുവെച്ചത്. പക്ഷേ ബിനിലിൻ്റെ ഏറ്റവും ആശങ്കയുണ്ടാക്കുന്നൊരു കാര്യം, ഈ യുദ്ധമുഖത്ത് അനാഥമായപ്പെട്ട നിലയിലാണ് ബിനിലിൻ്റെ മൃതദേഹം കിടക്കുന്നത്. അവിടെ നിന്നും ഈ യുദ്ധമേഖലയിൽ നിന്നും അത് സൈനിക കേന്ദ്രത്തിലേക്ക് മാറ്റിയോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനിയും യാതൊരു അറിയിപ്പോ വ്യക്തതയോ അക്കാര്യത്തിൽ വന്നിട്ടില്ല. മാത്രമല്ല ഈ ബിനിലിനെ സംബന്ധിച്ചുകൊണ്ട് ബിനിലിൻ്റെ മൃതദേഹം വിട്ടുകിട്ടുക എന്നുള്ളതാണ് കുടുംബാംഗങ്ങളുടെ ആവശ്യം. അതിലും കാര്യമായ ഇടപെടൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. മറുവശത്ത് ജെയിൻ കുര്യനെ സംബന്ധിച്ചുകൊണ്ട് ജെയിന് ഗുരുതരമായി പരിക്കേറ്റു ആശുപത്രിയിൽ കിടക്കുന്നു എന്നുള്ളത് ജെയിൻ അറിയാമെങ്കിലും എന്ത് തരം പരിക്കാണ് എന്നുള്ളത് ഈ ചെറുപ്പക്കാരന് അറിയില്ല. എന്ത് ചികിത്സയാണ് തനിക്ക് ലഭിക്കുന്നത് എന്നുള്ളത് അറിയില്ല. മാത്രമല്ല ആഹാരം പോലും കഴിക്കാനാവാത്ത നിലയിലാണ്. മൂക്കിലൂടെയാണ് ഗ്ലൂക്കോസും വെള്ളവും അടക്കം ഈ ചെറുപ്പക്കാരന് ട്യൂബ് മുഖേന നൽകുന്നത്. ഉറ്റവരും ഉടയവരുമില്ലാതെ റഷ്യയിലെ മോസ്കോയിലൊരു ആശുപത്രിയിൽ കഴിയുകയാണ് ഈ ചെറുപ്പക്കാരൻ എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം. അവിടെ ചില മലയാളി അസോസിയേഷനിൽപ്പെട്ട ആളുകളും സംഘടനകളുമൊക്കെ ഈ ജെയിൻ കുര്യനെ ഒന്ന് കാണാൻ ശ്രമിച്ചെങ്കിലും
ഈ എംബസിയുടെ അനുമതിയോടുകൂടി വന്നാൽ, എംബസിയുടെ സാങ്ഷനുള്ള പേപ്പറുകൾ കൂടി വന്നാൽ മാത്രമേ കാണാൻ അനുവദിക്കൂ എന്നുള്ളൊരു നിലപാടാണ് പട്ടാള ഉദ്യോഗസ്ഥർ ഇവരെ അറിയിച്ച് മടക്കി അയച്ചത്. ഏതായാലും അത്യന്തം ദാരുണമായ അവസ്ഥയിലാണ് ഈ ചെറുപ്പക്കാരൻ ഉള്ളത്. ഇയാളെ തിരികെ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ട കാര്യം. ബന്ധുക്കളടക്കം ഇതിനോടകം തന്നെ നിരവധി കേന്ദ്രങ്ങളിൽ പരാതി നൽകിയിട്ടുണ്ട്. ജനപ്രതിനിധികളെ കണ്ടിട്ടുണ്ട്, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കണ്ടിട്ടുണ്ട്, മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും ഇവരുടെ മോചനം സാധ്യമായില്ല. പക്ഷേ ഇനിയെങ്കിലും ഈ പരിക്കേറ്റ നിലയിൽ ഇനി ജെയിൻ കുര്യനെ നാട്ടിലെത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകണമെന്നുള്ളതൊരു ഒറ്റ ആഗ്രഹമാണ് ഈ ബന്ധുക്കൾക്കുള്ളത്. അതിനുവേണ്ടിയുള്ള ഇടപെടലെങ്കിലും സർക്കാർ കേന്ദ്രങ്ങൾ നടത്തണമെന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. അതേപോലെ തന്നെ ഈ അനാഥമാക്കപ്പെട്ട നിലയിൽ പോയ ബിനിലിൻ്റെ മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിച്ച് സംസ്കരിക്കണമെന്നുമുള്ളതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ആതിര. ശരി, ബിനിൽ ക്ഷമിക്കണം, 11K വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്.